എം ഹരിദാസ്, വേദിയിൽ സഹകരിക്കുന്ന ബഹുമാന്യത്തില് ലൈബ്രറി കൌൺസിൽ കാലങ്ങളായിട്ട് ഓരോ സമയത്തും ഓരോ പരിപാടികൾ അവതരിപ്പിച്ച് അല്ലെങ്കിൽ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ലൈബ്രറിയുടെ വികസനത്തിനും ജനങ്ങൾ കൂടുതൽ ലൈബ്രറിയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റിപ്പബ്ലിക് ദിന സദസ് എന്ന് പറയുന്ന ഒരു പരിപാടി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ലൈബ്രറിയിൽ നടന്നു വന്നത്. അതിന്റെ ഒരു സമാപന സമ്മേളനമാണ് ഇവിടെ നമ്മളിന്ന് ഇപ്പോൾ നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അതിന്റെ കൂടെ തന്നെ കുറച്ച് നമ്മുടെ നാട്ടിലെ കുറച്ച് ബഹുമാനരായ വ്യക്തികളും അവരവരുടെ മേഖലകളിൽ പ്രഗത്ഭം തെളിയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ, അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലൈബ്രറി കൌൺസിൽ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ജനങ്ങളെ ലൈബ്രറിയിൽ അടുപ്പിക്കാനും അതുപോലെ തന്നെ പുസ്തകങ്ങൾ ധാരാളം എല്ലാ ആൾക്കാരും വായിക്കാനും. ഒരുവിധം എല്ലാ ലൈബ്രറിയിലും ധാരാളം പുസ്തകങ്ങളുണ്ട്. പക്ഷെ വായിക്കുന്ന ആൾക്കാർ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അത് പോലും വളരെ കുറവായിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികളൊക്കെ ഗവൺമെന്റ് തലത്തിലും ലൈബ്രറി തലത്തിലൊക്കെ സംഘടിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥ ഫലം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് ഒറ്റവാക്കിൽ തന്നെ പറയാൻ പറ്റും. ഇപ്പൊ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതൊക്കെ ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ലൈബ്രറിയുടെ ഒക്കെ വളരെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിപ്പോഴും വളരെ ദുഃഖകരമായ അവസ്ഥയിൽ നിന്ന് പോകും. ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരു ലൈബ്രറിയെ നമ്മൾ എല്ലാ ലൈബ്രറിയിലും ഗവൺമെന്റ് അതിനൊരു ഗ്രാന്റ് കൊടുത്ത് നമ്മൾ ആൾക്കാരെ വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ലൈബ്രറിയന്മാർ ചെയ്യേണ്ട കടമ എന്ന് വെച്ചാൽ അവർക്ക് ഈ പുസ്തകങ്ങളോടുള്ള ഒരു ആഭിമുഖ്യവും അവരുടെ ഒരു താല്പര്യം കൂടിയാണ് ഓരോ ലൈബ്രറിയും എങ്ങനെ മികച്ച രീതിയിലേക്ക് ഉയരും എന്നുള്ളതിന്റെ പ്രധാന ഒരു ഘടകം ലൈബ്രറിയന്മാരാണ്. അവർക്ക് ഇതിലൊക്കെ വാസനയിലും ഈ വായിക്കുന്നതിലും ഇതിലൊക്കെ വാസനയുണ്ടെങ്കിൽ അവർ തന്നെ ആൾക്കാരെ പതുക്കെ ലൈബ്രറിയിലേക്ക് ആകർഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നിർഭാഗ്യവശാൽ ബഹുഭൂരിപക്ഷം ലൈബ്രറിയിലും ലൈബ്രറിയന്മാർ ആ സമയം 4 മണി മുതൽ 7 മണി വരെ പല ലൈബ്രറിയും പുറത്തും തന്നെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് വളരെ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ലൈബ്രറിയന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ അത്തരം ഒരു സാഹചര്യം കൂടിയും അവരുടെ അതിനോടുള്ള താല്പര്യം കൂടി നമ്മൾ പരിഗണിച്ചാൽ മാത്രമേ ഇത്തരം ലൈബ്രറികൾ വളർന്നു വരികയുള്ളൂ, അല്ലെങ്കിൽ ജനങ്ങൾ പുസ്തകങ്ങൾ വായിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ തെറ്റായിരിക്കും. പലരും നമ്മളൊക്കെ ചെറുപ്പത്തില് ഗ്രാമീണ വായനശാലയിലൊക്കെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. വയസ്സായിട്ടൊരാള് പുള്ളിയുടെ ഏത് പുസ്തകം എൻസൈക്ലോപീഡിയാണ്, എവിടെയാണ്, ഇന്നത്തെ കമ്പ്യൂട്ടർ ഒന്നുമില്ലല്ലോ, ഏത് സ്ഥലത്ത് ഏത് പുസ്തകമാണ്, ആരുടെ ബുക്കാണ്, അതിന്റെ കണ്ടന്റ് എന്താണ്, ഇതെല്ലാം അറിയുന്ന ലൈബ്രറിയന്മാരായിരുന്നു അവരൊക്കെ. ഒരു പുസ്തകം നമ്മൾ 2 ആഴ്ച എടുത്തിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു വരും പകൽ സമയത്ത്, നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ലേ. അപ്പൊ അത്തരത്തിൽ വളരെ ആത്മാർത്ഥതയോടിയിട്ടാണ് ഈ കാര്യങ്ങളെ ലൈബ്രറിയന്മാർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ലൈബ്രറി 1000 രൂപ ഗ്രാന്റ് കൂട്ടിയിട്ടുണ്ടെന്നുള്ളൂ അല്ലെ ലൈബ്രറിമാർക്ക്. അപ്പൊ തിരക്കേടില്ലാത്ത 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിന് അത്യാവശ്യം റെന്യൂമറേഷൻ കൊടുക്കുന്നില്ല. അപ്പൊ അവരതിലെ ഒരു ആത്മാർത്ഥയോടി കാണിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മളെ പോലുള്ള കമ്മിറ്റി അംഗങ്ങൾ അതിൽ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ ഇത്തരം പരിപാടികൾക്കൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ കർത്തത്തിൽ കിടക്കട്ടെ. ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ പ്രസിഡന്റ്, നമുക്കൊക്കെ സുപരിചിതനും നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ആയിട്ടുള്ള പ്രൊഫസർ എം ഹരിദാസ് മാഷാണ്. മാഷെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നമ്മളുടെ ആദരവൊക്കെ ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മുതിർന്ന അംഗങ്ങളെയും അതുപോലെ തന്നെ പ്രമുഖ വ്യക്തികളെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തോളൂ. പിന്നെ ഇവിടെ നമ്മുടെ സെബാസ്റ്റ്യൻ ജോസഫ് സാറിനെ പോലുള്ള നമ്മുടെ പ്രൊഫസർമാരും സുമാരേട്ടൻ, അങ്ങനെ എല്ലാവരും പേരിട്ട് പറയുന്നില്ല, അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരെയൊക്കെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ചെയ്തത്
സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഈ ലൈബ്രറിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉപദേശം തന്നും നമ്മളെ നയിക്കുന്ന പ്രൊഫസർ എം ഹരിദാസൻ മാഷാണ്. മാഷെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ ആദരപൂർവ്വം മാഷെ ഈ ധർമ്മം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. സുഹൃത്തുക്കളെ, സംബോധന ഏറ്റവും ചുരുക്കാം. ഒരു 15-20 മിനിറ്റ്, അത്ര 20 മിനിറ്റ് ആവാനേ വേണ്ട. ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞത് ഒരു സത്യപ്രസ്താവനയാണ്. അത് പരസ്യമായിട്ടവരും പറയാറില്ല. വായനശാലകൾക്ക് പഴയ പോലെ പാണ്ഡനായുടെ വലിയ ചോദ്യം പണ്ടപ്പോലെ പരിക്കില്ല എന്ന് പറയുന്ന പോലെ പഴയ പോലെ ജനങ്ങളൊന്നും ധാരാളമായിട്ട് വായനശാലയിലേക്ക് വരുന്നില്ല. വായനയിലേക്ക് ആകർഷിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. അത് വേണ്ടത്ര ഫലിക്കുന്നുണ്ടോ എന്ന് സംശയം. പല കാര്യങ്ങളൊക്കെ സത്യമാണ്. വായന നടക്കുന്നുണ്ടായിരിക്കും. വായനശാലയിൽ ഒരു പുസ്തകം കൊണ്ടിട്ട് ആവുന്നില്ല. മറ്റു പലതരത്തിലും പല തലങ്ങളിലും വായന നടക്കുന്നുണ്ട്. അപ്പോൾ വായന പ്രോത്സാഹിപ്പിക്കലും മാത്രമല്ല വായനശാലയുടെ ലക്ഷ്യം. നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രക്രിയയിൽ വലിയൊരു ചാലക ശക്തിയായിരുന്നാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. ഗ്രന്ഥശാലകൾ വെറുതെ പുസ്തക ശേഖരണ സ്ഥലങ്ങളും പുസ്തക വിതരണ കേന്ദ്രങ്ങളും മാത്രമല്ല, നാട്ടിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവും ധാർമ്മികവും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഒരു മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ രീതിയിലാണ് പഴയ കാലത്ത് ഗ്രന്ഥശാലകൾ പ്രവർത്തിച്ചിരുന്നത്. പ്രത്യേകിച്ച് ജാതി മത രാഷ്ട്രീയ പ്രായ വർഗ ഭേദമന്യേ എല്ലാവർക്കും സമ്മേളിക്കാവുന്ന ഒരു പൊതു ഇടം എന്നുള്ള രീതിയിൽ വായനശാലയ്ക്ക് പ്രസക്തിയുണ്ട്. ആ പ്രസക്തി കുറയുന്നുണ്ടോന്ന് നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പല പുതിയ പദ്ധതികളും വായനശാല ആവിഷ്കരിക്കുക. വായനാ വസന്തവും പലതും ജനങ്ങളിലേക്ക് എത്താനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ റിപ്പബ്ലിക് സർവീസ് എന്ന് പറഞ്ഞ് ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ എന്തായിരുന്നു നമ്മുടെ സങ്കല്പം, യാഥാർത്ഥ്യം എന്തായിരുന്നു, അതൊരു ചുരുക്കി പറയാൻ ഞാൻ അല്പം രാഷ്ട്രീയ വസ്തുതകൾ പറയാം. രാഷ്ട്രീയം കലരുന്നതിന് അറിയില്ല, ഞാനായിട്ട് രാഷ്ട്രീയം കലർത്തുന്നില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൽ കലരും. എന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഇന്ത്യൻ റിപ്പബ്ലിക്, ഇന്ത്യക്ക് ഒരു പരിപൂർണ സ്വരാജ്യം വേണമെന്നുള്ളൊരു ശബ്ദം ഇന്ത്യയിൽ ആദ്യം വരുന്നത് 1920 സമ്മേളനത്തിൽ ഹസൻ മൊഹാനിയാണ് പറഞ്ഞത്. അത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനെ പോയി പറഞ്ഞില്ല. അന്ന് കോൺഗ്രസ് പാർട്ടിയിൽ മഹാത്മാഗാന്ധി പോലും നൽകുകയും ചെയ്യാം. ഒരു പൂർണ്ണ സ്വരാജ്യമുള്ള പാകത ഇന്ത്യൻ ജനതയ്ക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു സാമന്ത പദവി എന്ന രീതിയിൽ ഡൊമിനിയൻ പദവി മതി എന്നാണ് പറഞ്ഞത്. പിന്നീട് 1930 AICC ചേർന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന 1930 AICC-യിലാണ് ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ്യം വേണം, ബ്രിട്ടീഷുകാരോട് പോകണമെന്ന് ആവശ്യപ്പെട്ടത്. അത് പ്രമേയം പാസ്സാക്കിയ തീയതിയാണ് ജനുവരി 26. അതാണ് തീയതിയുടെ പ്രത്യേകത. പിന്നീട് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഏതാണ്ട് ഉറപ്പായപ്പോ ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ഭരണഘടന വേണം. ആ ഭരണഘടന എഴുതിയിട്ട് അങ്ങനെ 46 ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ അതിപ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സർദാർ വല്ലഭായ് പട്ടേലും രാജേന്ദ്ര പ്രസാദും സി രാജഗോപാലാചാരിയും നെഹ്റുവും BR അംബേദ്കറും വലിയൊക്കെ കേരളന്മാരാണ്. കേരളത്തിൽ നിന്ന് ചില ആൾക്കാർ, കേരളത്തിൽ ഒരു ദളിത് സ്ത്രീ വനിതകളുണ്ടായിരുന്നു, ലക്ഷാകിലോനായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ മൊത്തം പ്രാതിനിധ്യമുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള പല ജാതിക്കാർ, പല മതക്കാർ, പല ഭാഷക്കാർ, പല വേഷക്കാർ, പല വർഗക്കാർ, പല വിശ്വാസക്കാർ ഒക്കെ ഒരു സമിതി ക്ലോസ് ബൈ ക്ലോസ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് 1949 നവംബർ 26-ാം തീയതി ഇത് എഴുതി പൂർത്തിയാക്കി സമർപ്പിക്കുന്നു, പാസ്സാക്കുന്നു. വളരെ 40-50 പേരും നടന്നിട്ട് അവസാനം പാസ്സാക്കിയ റിപ്പബ്ലിക്കിലെ പ്രിയാമ്പിളാണ് നമ്മളിപ്പോ പലപ്പോഴും ഇവിടെ കുട്ടിച്ചൊക്കെ അറിയാം. നമ്മൾ വായനശാലകളിലൊക്കെ വിതരണം ചെയ്യുകയും ഒട്ടിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നൊരു കോപ്പി എന്റെ മുഖവരിയുടെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന നമ്മൾ ഇന്ത്യയുടെ ഇന്ത്യൻ ജനതയായിട്ട് നമ്മളെന്ന് പറയുന്നത്. അതിനെന്നെ വലിയ തർക്കം നടന്നത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ശക്തിയായിട്ട് വാദിച്ച ആൾക്കാരുണ്ട്. ഈ നിർമ്മാണ സഭയിൽ 332 പേരെ ദൈവവിശ്വാസികളായിരുന്നു. ഒരു പറഞ്ഞൊരു ദൈവവിശ്വാസികളാണ്. അതുകൊണ്ട് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ആദ്യം. ഇപ്പൊ നെഹ്റു ഒക്കെ അതിന് അനുകൂലമായിരുന്നില്ല. നെഹ്റു നിരീശ്വരവാദിയെ നമുക്ക് അറിയാമല്ലോ. ഐ എം എൻ എത്തിസ്റ്റ് എന്ന് ധീരമായിട്ട് പറയാൻ
ചങ്കുറ്റം കാണിച്ച ഒരാളാട്ടോ. നമ്മളിപ്പോ അമ്പലത്തിൽ പരിപാടി തുടങ്ങുമ്പോൾ പറഞ്ഞു ഞാനൊരു നിരീശ്വരവാദിയാണ് പറഞ്ഞ ധൈര്യമായിട്ട് പറഞ്ഞ ആളാണ്. അതിന്റെ കാര്യം ഓർക്കണം, നമ്മളെത്ര മാറുന്നു. ഇവിടെ സി കേശവൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു സി കേശവൻ ശബരിമല അമ്പലത്തിന് തീ പിടിച്ചപ്പോ എന്താ പറഞ്ഞത്? ഇന്ന് അങ്ങനെ പറയുമായിരിക്കും, ധൈര്യപ്പെടും. സി കേശവൻ അമ്പലം തട്ടിപ്പോയി അത്രയും അന്ധവിശ്വാസം പറഞ്ഞെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തിരുവനന്തപുരം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ നഷ്ടം പോട്ടെ, മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഈ നിരീശ്വരവാദികളായ ആൾക്കാർ കുറച്ചൊക്കെ ഈശ്വരവിശ്വാസികളായിരുന്നു. നെയിം ഓഫ് ഗോഡ് പറയും. ഏത് ഗോഡ്? ദൈവം പലതാണല്ലോ. ഏകദൈവ വിശ്വാസികളെന്ന് എല്ലാവരും യഹോവ സാക്ഷിയുള്ള ആൾക്കാർ വരുന്നുണ്ട്, പല വിശ്വാസക്കാരുണ്ട്. അപ്പോ തീരുമാനിച്ചു അത് വേണ്ട. വോട്ടിനിട്ടപ്പോ ദൈവവിശ്വാസത്തിന്റെ പേരിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയും ജനങ്ങളുടെ പേരിൽ, അതായത് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ തീരുമാനിക്കപ്പെട്ടത്. സ്വതന്ത്ര ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു, നല്ല വിശ്വാസങ്ങളിലായിരുന്നു, മറികടന്ന് രാജ്യത്തിന്റെ വിശാലമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറുള്ള ആൾക്കാരായിരുന്നു എന്നർത്ഥം. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട ഈ ഭരണഘടനയുടെ 4 പ്രധാന സവിശേഷതകളെ കുറിച്ച് മാത്രമാണ് ഞാൻ കുറച്ച് സംസാരിക്കുന്നത്. പരമാധികാര ജനാധിപത്യ സമത്വവാദ മതേതരത്വം, അല്ലെ? സോവറിൻ, ഫെഡറൽ, സോഷ്യലിസ്റ്റ്, സെക്യുലർ റിപ്പബ്ലിക്കാണ് ആയിരിക്കുന്നത്. ആ 4 ഇപ്പൊ എവിടെ നിൽക്കുന്നു ആലോചിച്ചത് അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇതില് 2 കാര്യം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തരണം. റിപ്പബ്ലിക് പറഞ്ഞാൽ അർത്ഥറിയാം. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭരണാവകാശങ്ങളുടെ ഭരണ സംവിധാനം. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്, പ്ലേറ്റോയുടെ ആദ്യം പറഞ്ഞത് സോക്രട്ടീസിന്റെ പ്ലേറ്റോയാണ് പറയുന്നത് റിപ്പബ്ലിക്കിൽ ജനങ്ങൾക്കാണ് ഭരണം. ഇപ്പൊ നമുക്ക് ഭരിക്കാൻ സൗകര്യം, നമുക്ക് വേറെ പണിയുള്ള കാരണം നമ്മുടെ പ്രതിനിധികൾ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടേക്കുന്നു. നമ്മുടെ ബാലചന്ദ്രനെയും സുരേഷ് ഗോപിയൊക്കെ വന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട്, പോയി ഭരിച്ചോളാൻ പറഞ്ഞത്. അവർക്കും എല്ലാവരും കൂടി ഭരിക്കാൻ പറ്റുന്നത് അവരുടെ പ്രതിനിധികളായിട്ടുള്ള സുരേഷ് ഗോപി ഭരിക്കുന്നുണ്ട്, മന്ത്രിയാണ്. അങ്ങനെയാണ് ജനാധിപത്യം. അല്ലാണ്ട് രാജാധിപത്യം അല്ലാതെ തലമുറ കൈമാറി സൂക്ഷിക്കുന്നതോ ജനമുക്തി ലഭിക്കുന്നതോ അല്ല. അതാണ് റിപ്പബ്ലിക്. ഈ റിപ്പബ്ലിക് പരമാധികാര റിപ്പബ്ലിക്കാണ് എന്നാണ് പറഞ്ഞത്. ആണോ? ഇപ്പോഴും അങ്ങനെയാണോ? എനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയമുണ്ടെന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ പല കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ല. ഈയിടെയായിട്ട് വേറൊരു രാജ്യത്തിലെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് ഇന്ത്യ ഇന്നത് ചെയ്തു, ഇന്ത്യ ഇന്നത് ചെയ്യുന്ന സാധനം വാങ്ങിക്കില്ല, ഇന്ത്യ ഇന്നത് ചെയ്യുന്ന സാധനം വാങ്ങിച്ചില്ലെങ്കിൽ അത് കിട്ടില്ല, ഇത് കിട്ടില്ല എന്നൊക്കെ പറയുന്നു, അല്ലെ? അത്ര മാത്രമേ ഇതിനെ കുറിച്ച് പറയുന്നുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നില്ല. നമ്മളെ ഒപ്പിടാൻ പോകുന്ന കരാറുകൾ നമ്മുടെ പാർലമെന്റിൽ പറയുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ വിദേശത്ത് വെച്ച് പറയുന്നു, വിദേശികൾ പറയുന്നു, നമ്മുടെ ആൾക്കാർ മൗനം പാലിക്കുന്നു. നമ്മുടെ പത്രപ്രവർത്തകർ ചോദിച്ചാൽ അതിനകത്ത് മറുപടി പറയുന്ന ഒരു കരാർ ഒപ്പിട്ടുണ്ടോ, നാളെ തൊട്ട് ഇന്ന സാഹചര്യത്തിൽ ഇത് വാങ്ങിക്കില്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടോ ചോദിച്ചാൽ നമ്മുടെ അധികാരികളൊന്നും പറയില്ല. വേറെ ചിലർ പറയുന്നത് തീരുമാനിച്ചിട്ട് ഞാനല്ലേ പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ചുണ്ടെന്ന് പുറമേയുള്ള ആൾക്കാർ ചോദിക്കുന്നു. അപ്പൊ ഇന്ത്യൻ ജനതയ്ക്കാണോ ഇന്ത്യൻ ഭരണത്തിൽ ഇപ്പോ പരമാധികാരം എന്നുള്ളതെന്ന് ആലോചിക്കാം. മറ്റൊരു കാര്യം, ഡെമോക്രാറ്റിക് എന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യം. ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക് സ്ഥിതി ഇപ്പൊ എങ്ങനെയാണ്? ഇലക്ഷൻ ഡെമോക്രാറ്റിക് ആയിട്ട് രാജ്യത്തെ നിലനിർത്തേണ്ടത് നീതിയുക്തമായിട്ട് ഇലക്ഷൻ നടത്തിയിട്ടാണ്. ഇലക്ഷൻ നടത്തുന്ന സംവിധാനം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആരെ ഇലക്ഷൻ നടത്തേണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ. പണ്ട് ഒരാളുണ്ടായിരുന്നു, ഇപ്പോൾ 3 ആളുണ്ട് ഇലക്ഷൻ കമ്മീഷന്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞൊരു സംവിധാനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് മലയാളി ഇലക്ഷൻ കമ്മീഷണറായപ്പോഴാണ് പണ്ട്. ആരാണത്? ശേഷം അത് കഴിഞ്ഞ് 3 ആളാക്കി. 3 ആളാക്കിയപ്പോൾ നിയമം എന്തായിരുന്നു വെച്ചാൽ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ജഡ്ജ്, ഈ 3 പേരും കൂടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത്. ആ നിയമം മാറ്റി ഇപ്പോഴത്തെ സർക്കാർ. ഇപ്പൊ ആരാണ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് അറിയോ? പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലൊരു മന്ത്രി, സുപ്രീം കോടതി ജഡ്ജ്. പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിലൊരു മന്ത്രി പറഞ്ഞ് പ്രധാനമന്ത്രി ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞ നിൽക്കും. അങ്ങനത്തെ ഒരാളാണ് പ്രധാനമന്ത്രി. തനിക്ക് വിശ്വാസമുള്ള ആൾക്കാരെ കൂടിയാണ് ക്യാബിനറ്റിൽ എടുക്കുന്നത്. അപ്പോ പ്രധാനമന്ത്രി ആരാ? ഭരണകക്ഷിയുടെ ആള്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? അങ്ങോട്ട് മാറി ഭരണകക്ഷിയുടെ. ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഞാൻ അവിടെ വരുന്നില്ല. പുള്ളി പോയില്ല, പുള്ളി കമ്മീഷനിൽ പോയില്ല, മീറ്റിംഗിൽ പോയില്ല. ഇന്ന് ഇവിടുത്തെ ചീഫ് ജസ്റ്റിസിന്റെ കാലത്ത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ച് പുള്ളി പറഞ്ഞു ഞാൻ കമ്മിറ്റിക്ക് വരുന്നില്ല. കാരണം ഒന്നും പറഞ്ഞില്ല. കാരണം എല്ലാവർക്കും അറിയാലോ.
എന്തുകൊണ്ടാണ്? അപ്പൊ ഭരണകക്ഷിക്ക് ഇഷ്ടമുള്ള ആളാണ് ഇത് ഇലക്ഷൻ കമ്മീഷൻ. പറഞ്ഞില്ല, ഭരണകക്ഷി നിയമിക്കുന്ന ഒരാൾ അയാളുടെ എക്സ്പീരിയൻസോ സീനിയോറിറ്റിയോ പരിചയസമ്പന്നതോ ഒന്നുമില്ല, ആരും അടുത്ത വിളിച്ചാക്കാനുള്ള അവസ്ഥ. അങ്ങനെയുള്ള ഇലക്ഷൻ കമ്മീഷൻ കീഴിൽ ഇലക്ഷൻ നടക്കുമ്പോൾ എങ്ങനെയൊക്കെ ഇലക്ഷൻ നീതിയുക്തമാവും, എങ്ങനെയൊക്കെ ഇപ്പൊ നടക്കുന്ന SIR എന്ന ഇതൊക്കെ എങ്ങനെ വരുന്നത്? അതുകൊണ്ട് നമ്മുടെ മമതാ ബാനർജി പറഞ്ഞു എനിക്ക് ഇയാൾ വിശ്വാസമില്ല, അവര് പിന്നെ എല്ലാം തുറന്നടിക്കുന്ന സ്ത്രീയാണ്. അല്ലാണ്ട് എനിക്ക് ഈ ഇലക്ഷൻ ഇത് നിങ്ങൾ നിയമിച്ച ആളല്ലേ, എനിക്ക് ഇയാൾ വിശ്വാസമില്ല എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. ഈ ഇലക്ഷൻ കമ്മീഷൻ കീഴിൽ നടന്ന ഇലക്ഷൻ എങ്ങനെ സംശുദ്ധമാവും, ഇലക്ഷൻ എങ്ങനെ വിവേചനമില്ലാത്ത പക്ഷപാതിത്വമില്ലാത്തതാവും, എങ്ങനെയാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇത്രയധികം വോട്ട് മാറ്റങ്ങൾ നടന്നത്, എവിടെയൊക്കെ എത്ര വോട്ട് വന്നു, എത്രയോ കൂട്ടിക്കിടക്കുന്ന ഫ്ലാറ്റുകളിലൊക്കെ എങ്ങനെ എന്തുകൊണ്ട് ഇത്ര വോട്ടർമാരുണ്ടായി എന്നൊക്കെ ചോദിച്ചിട്ടും കാര്യമാണ്. നമ്മളത് ചോദിച്ചാലും എല്ലാം മറുപടി കിട്ടില്ല. ഇനി അതുപോലെ അഴിമതി ഇല്ലാണ്ട് ശുദ്ധമായിട്ട് ഇലക്ഷൻ നടക്കേണ്ടതെന്നാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ഷനിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ മാത്രമല്ല, മുമ്പും ഇന്ത്യൻ ജനത പോപ്പുലേഷൻ എത്ര ഇന്ത്യയില് ഒരു 140 കോടി ആൾക്കാരുണ്ടാവും വിചാരിക്കാം. നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് 2024 ഇലക്ഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റിലെ വോട്ടർമാരുടെ എണ്ണം 98 കോടി ഉണ്ടായിരുന്നു. കുറെ കുട്ടികൾക്ക് വോട്ടില്ല, അതൊന്നും കുറെ വയസ്സായ ആൾക്കാർ വീട്ടിൽ പോയിട്ടും വിദേശത്ത് പോയി എന്നാലും 98 കോടി ആൾക്കാർക്ക് വോട്ടുള്ളൂ 140 കോടി ജനങ്ങളുടെ കാര്യത്തിൽ. ഈ 98 കോടിയിൽ 66% വോട്ട് ചെയ്തുള്ളൂ. അപ്പൊ പിന്നെയും പോകുന്നു. ഏതാണ് ഞാൻ കണക്കൊക്കെ എഴുതി വെച്ചിരുന്ന സമയമില്ലാത്ത ഞാൻ പറയുന്നത്. ഒരു 64 കോടി ആൾക്കാരാണ് വോട്ട് ചെയ്തുള്ളൂ. 140 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് 64 കോടി ആൾക്കാരെ വോട്ട് ചെയ്തുള്ളൂ. ഇതിൽ ഇന്നത്തെ ഭരണകക്ഷിക്ക് കിട്ടിയത് എത്ര സീറ്റാണ്? 400 സീറ്റ് കിട്ടും, തെങ്ങൂർ ആകെ ശരിയാക്കുന്നു പറഞ്ഞിട്ടാണ് വന്നത്. 240 സീറ്റ് BJPക്ക് കിട്ടി, 53 സീറ്റ് സഖ്യകക്ഷികൾക്കും കൂടിയിട്ട് അങ്ങനെ 293 സീറ്റാണ് കിട്ടിയത്. മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ ശതമാനം ഏതാണ്ട് 60 എത്രയോ ശതമാനം. ചുരുക്കി പറഞ്ഞാൽ 140 കോടി ഇന്ന് ഭരിക്കുന്ന കക്ഷിക്ക് 20 കോടി ആൾക്കാരെ പിന്തുണയുള്ളൂ. നമ്മൾ പറയും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമാണ് ഭരിക്കുന്നത്, ഭൂരിപക്ഷ അഭിപ്രായം നിർമ്മിക്കും, ഭൂരിപക്ഷ അഭിപ്രായം അതൊന്നും ഇല്ല. അതൊക്കെ വെറും പത്രത്തിൽ മാത്രമല്ല, രേഖ സങ്കല്പം. ഇന്ത്യൻ ഗവൺമെന്റിന് ഇന്ന് ഇന്ത്യയിലുള്ള 20 കോടി ആൾക്കാരുടെ പിന്തുണയുടെ ഉറപ്പ്, 1% ആൾക്കാരുടെ പിന്തുണ ഉള്ളൂ. മറ്റുണ്ടാവാൻ ഇല്ലാതിരിക്കും, നമുക്ക് രേഖയില്ല. ഇനി ഈ സർക്കാർ ഇന്ത്യയുടെ മൊത്തം വികാരയ്ക്ക് മൊത്തം ആൾക്കാരെ പ്രതിനിധീകരിക്കുന്നുണ്ടോ? ഇന്ത്യൻ ജനത എന്ന് പറയുമ്പോൾ പല ഭാഷക്കാർ, പല സംസ്കാരക്കാർ, പല ജാതി, പല മതം, 7 മതമുണ്ട്. 7 മതക്കാർ ഇന്ത്യയിലുണ്ട് അല്ലേ? ഇന്ത്യയിലുണ്ടായ 4 മതമുണ്ട്, മുഹമ്മദ് മതം 3 മതക്കാരുണ്ട്. ഹിന്ദു മതം, ബുദ്ധമതം, ജൈന മതം, സിഖുകാർ, അങ്ങനെ 4 മതങ്ങൾ ഇന്ത്യയിലുള്ളത്. മുഹമ്മദ് മതം ക്രിസ്ത്യൻ, മുസ്ലിം, ജൂതൻ, 7 മതക്കാരുണ്ട്. ഇതില് ഇന്നത്തെ ഭരണകക്ഷിയുടെ 295 പാർലമെന്റ് അംഗങ്ങളിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ മുസ്ലിം ഇല്ല, ക്യാബിനറ്റ് മുസ്ലിം മന്ത്രിയില്ല. കഴിഞ്ഞ 3 ജനറൽ ഇലക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ 800 MPമാരിൽ ഒറ്റ മുസ്ലിം ഇല്ല. 15% ആൾക്കാരോട് മുസ്ലിം മന്ത്രിയാണ്. മുസ്ലിംസ് ഇന്ത്യൻ ജനതയിലെ 15% മുസ്ലിംസ് ഉണ്ട്. ഇവരെങ്ങനെ പ്രതിനിധീകരിക്കുന്നു? ആരെ പ്രതിനിധീകരിക്കുന്നു? എവിടെ പ്രതിനിധീകരിക്കുന്നു? ഒരു ക്രിസ്ത്യനെ മെമ്പറാക്കാൻ വേണ്ടിയിട്ട് രാജ്യസഭ ഒഴിക്കപ്പെട്ടപ്പെടുന്നത് മന്ത്രിയാക്കാൻ വേണ്ടി കേരളത്തിന് വേണ്ടിയിട്ട് ആക്കിയിട്ടുള്ളത് ഒഴിച്ചാൽ വേറെ ഒരു കക്ഷിക്കാരും ഭരണത്തില് ഇല്ല. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ മൊത്തം പ്രാതിനിധ്യം എന്തിനാ ഇപ്പൊ ഒരു അപരവിദ്വേഷമൊക്കെ പടർത്തുന്ന രീതിയിലുള്ള നടപടികളാണ് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. 4 ദിവസം മുമ്പ് നടന്ന ശ്രീലങ്കയിൽ നടന്ന ക്രിക്കറ്റ് കളിയില് ഇന്ത്യൻ ക്യാപ്റ്റൻ പാകിസ്ഥാൻ ക്യാപ്റ്റനെ കണ്ടപ്പോൾ ക്ഷയിക്കാൻ രീതിയില്ല. ഒരു സ്പോർട്സ്മാൻ മനുഷ്യന്റെ പാകിസ്ഥാൻ സത്വ എന്താ കളിക്കാനേ ഗ്രൗണ്ടിലേക്ക് ഏതൊരു ക്യാപ്റ്റൻ സ്വയം എടുത്ത് തീരുമാനമല്ലാണ്. നല്ല കളിക്കാരൻ മോളിന്ന് പറഞ്ഞിട്ടോ നീ ക്ഷയിക്കേണ്ടിയെന്ന് പറഞ്ഞാൽ അവരുടെ ചിരിക്കേണ്ട പിള്ളേര് വഴക്കുമ്പോ ചെയ്യുന്ന രാജ്യങ്ങൾ തന്നെ ചെയ്യുന്ന കാര്യം. ഒരു രാജ്യം ക്രിക്കറ്റ് മൈതാനത്തിൽ ചെന്നിട്ട് 2 ക്യാപ്റ്റന്മാർക്കാണ് കഴിഞ്ഞിട്ടും ഇയാൾ ഇങ്ങനെയാണ് നിനക്ക് ക്യാപ്റ്റൻ ക്ഷയിക്കാനില്ലെന്ന് പറഞ്ഞു. ആ രീതിയിൽ മനുഷ്യരെ തമ്മിൽ തല്ലുപിടിക്കുക, വിദ്വേഷം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള നടപടികൾ നടക്കുമ്പോൾ ഈ സെക്യുലറിസത്തിന്റെ പേരിലൊക്കെ അല്ലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? അയോധ്യയിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കി ആ ക്ഷേത്രത്തിൽ 15 കിലോമീറ്ററിനുള്ളിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പറഞ്ഞത് ആര് പറഞ്ഞു? ഭക്ഷണ സ്വാതന്ത്ര്യം ഇല്ല നമ്മുടെ നാട്ടില്. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ബീഫ് കഴിക്കാൻ എനിക്ക് കഴിക്കണേ. ഇറച്ചി വായിട്ട് കൊണ്ടുപോകുമ്പോൾ അത് ബീഫ് ആണെന്നുകൊണ്ട് ബീഫ് അല്ലാത്ത കൊണ്ടുവന്നാണ് തല്ലി കൊല്ലുന്ന രാജ്യം അല്ലെ? അതായത് മാറിയില്ല ഇന്ത്യ. അഭിപ്രായ വ്യത്യാസം ഉള്ളവരെ
തല്ലിക്കൊല്ലുന്നത്. നമുക്ക് വെറുതെ ആൾക്കാരുണ്ട്. നമുക്ക് ആരൊക്കെയാണ്? ഗോവിന്ദ് മൻസാരയുണ്ട്, ജോലി ലങ്കേഷുണ്ട്, ദാൽബോക്കറുണ്ട്, പിന്നെ അതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നല്ലോ തുടക്കത്തില് കൽബൂർക്കി. എത്ര പേര് തല്ലിക്കുന്നു, എത്ര പേര് ജയിലിൽ വെച്ചു. നമ്മുടെ മലയാളിയായിട്ടുള്ള കുമ്മർകാരി അടക്കം അല്ലെ, നമ്മുടെ സത്യസന്ധനായിട്ട് ഒരു ഓഫീസറുണ്ട് സുധീർ ഭട്ട്. അത് നോക്കിയിട്ട് സർക്കാരിന് എതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുന്ന ആളെ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ED വരും. അല്ലെ, അന്വേഷണ കമ്മീഷൻ വരും. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേ ദിവസം വരികയാണ് ഇൻകം ടാക്സ് റെയ്ഡ് പറഞ്ഞ ആൾക്കാർ എത്ര വലിയ കണ്ടെന്നായിരിക്കും. പിന്നാടി ജയിലിൽ പോയി പിന്നെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല, പുറത്തു പോയിട്ട് പറയാൻ പറ്റില്ല. ഉമ്മർഖാനിത് 6 വർഷമായിട്ട് ജയിലില്ല. അയാളുടെ പേരിൽ ചാർജ് ചെയ്യാവുന്ന ശീറ്റം പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. ചെയ്തിട്ടോ അലിഗർ യൂണിവേഴ്സിറ്റി പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. അവിടെ പിടിച്ച് ജയിലാക്കി 6 മാസത്തിൽ പുറത്തു വന്നിട്ടില്ല. സുപ്രീം കോടതി ജസ്റ്റിസുമാർ വരെ ലോക കേസിലുണ്ട്. വണ്ടി ഇടിച്ചിട്ട് പരിക്കുക, ലോറി ഇടിച്ചിട്ട് ആൾക്കാരോട് നടക്കാൻ പോകുമ്പോൾ സർക്കാരിനെ എതിർക്കുന്ന ആൾക്കാർ ലോറി ഇടിച്ച് ഭരിക്കുന്നു. ആ രീതിയിൽ അപ്രഖ്യാപിത എമർജൻസിയിലുള്ള. അപ്പൊ പിന്നെ നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക്ക് മതേതരമാണ്, ജനാധിപത്യമാണ്, പരമാധികാരമാണ് എന്നൊക്കെ പറയുന്നത് എന്തർത്ഥാണ് ഇപ്പോഴത്തെ സൃഷ്ടിക്കുന്നത്? ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് പോയിരുന്നല്ലോ കാര്യങ്ങൾ അല്ലെ. നെഹ്റു എത്രമാത്രം മതേതരമായിരുന്നു ഒരു ഉദാഹരണം പറയാം. ഇന്ന് നമുക്ക് പാർലമെന്റിൽ പുതിയൊരു ബില്ല് ഉണ്ടാക്കിയല്ലോ. അത് ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ പ്രസിഡന്റ് ആരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്? ദ്രൗപദി മുർമു ചെയ്യേണ്ടത്. ആരാ ചെയ്തത്? കുറെ സന്യാസിമാരെ അവർ മുട്ടെടുത്തിരുന്നോന്ന് അറിയില്ല. കാരണം ഉത്തരേന്ത്യയിലെ സന്യാസിമാരെ മുട്ടെടുക്കാതെ നടക്കുന്ന സന്യാസിമാരാണല്ലോ. അവർ ചിലര് തിരൂരും വന്നിരുന്നു ഇവിടെ, നമ്മൾ കണ്ടു. അത് ഒരു സെക്യുലർ രാജ്യമായിട്ട് നമ്മുടെ പാർലമെന്റ് നമ്മുടെ പ്രസിഡന്റിന്റെ ഉദ്ഘാടനം ചെയ്യണ്ടേ? അപ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനം ചെയ്യണ്ടേ? ചെയ്തത് സന്യാസിമാരാ. ഹിമാന്തരോച്ചാരണം ഇതും നരവളക്കുളത്തിൽ അതും ഇതൊക്കെയായിട്ട് പ്രശ്നമായിട്ടാണ് ചെയ്തത്. അവിടെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മറ്റാർക്കും യാതൊരു സ്ഥാനം ഉണ്ടായിരുന്നില്ല, മറ്റു വിഭാഗങ്ങൾക്ക് സ്ഥാനം ഉണ്ടായിരുന്നില്ല. ആ രീതിയിൽ ഭൂരിപക്ഷ മതത്തിന്റെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കല് നമ്മുടെ പാഠ്യപദ്ധതിയില്. ആകെ ഒരു സത്യരസം ഉണ്ടായത് ജുഡീഷ്യറി കുറച്ച് തൊട്ടപ്പോ അവർക്ക് പറ്റില്ല. പാഠ്യപദ്ധതിയില് സയൻസ് ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്ദേമാതരത്തില് മതവിദ്വേഷം പരത്തുന്ന വരികൾ കൂട്ടിച്ചേർത്തിട്ട് 3.5 മിനിറ്റ് വന്ദേമാതര പാടുന്നത് ഇപ്പൊ പാസ്സാക്കിയാണെങ്കിൽ വിവരമില്ലാത്തതുകൊണ്ടല്ല. പണ്ട് നെഹ്റു കടന്നത് ക്യാബിനറ്റ് ഈ വന്ദേമാതരം ദേശീയഗാനാക്കണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നു. അതിലൊന്നും ദേശീയഗാനാക്കാൻ പറ്റില്ല, അതൊരു നോവലിന്റെ ഇതാണ്, അതിൽ മുസ്ലിം വിരോധം ഉണ്ട്, അതിൽ വരികളിലുണ്ട്, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ്. എങ്കിലും മനോഹരമായ കവിതയാണ് എന്നുള്ളത് ആദ്യത്തെ 2 സ്റ്റാൻസ് ചൊല്ലാം വേണമെങ്കിൽ ആദ്യം തീരുമാനിച്ചത്. ഇപ്പൊ അത് മാറ്റി. അറിഞ്ഞില്ലേ? ഏത് ചടങ്ങ് തുടങ്ങുമ്പോൾ വന്ദേമാതരം 3.5 മിനിറ്റ്, അതായത് ഇവിടെ ഹിന്ദുക്കൾ മാത്രം ജീവിക്കുന്ന മുസ്ലിം ബാക്കിയുള്ളവർക്ക് മഹാത്തരിപ്പിടികളാണെന്ന് പറയുന്ന വരികൾ കൂട്ടിച്ചേർത്ത്. ഇപ്പൊ ഞങ്ങള് മാർച്ച് 1 ഞാൻ സംഭാഷണം പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ചടങ്ങിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് ആകെ 1 മണിക്കൂറും ചടങ്ങ് നീളാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൽ പങ്കെടുക്കുന്ന വൈസ് പ്രസിഡന്റാണ്. പക്ഷെ നിർദ്ദേശം വന്നിട്ട് വൈസ് പ്രസിഡന്റ് സ്റ്റേജിൽ കയറുമ്പോൾ വന്ദേമാതരം ചൊല്ലണം, ചൊല്ലണം. അപ്പൊ 3.5-3.7 മിനിറ്റ് വന്ദേമാതരം ചൊല്ലിയാൽ പിന്നെ അതിന്റെ പിന്നാലെ ദേശീയഗാനം ചൊല്ലണം. അപ്പൊ 55 സെക്കൻഡ് വീഡിയോ വന്നു. അപ്പൊ 4-9 മിനിറ്റ് പോയി 1 മണിക്കൂറിൽ. അതിൽ സ്വാഗതം പറയുന്നവർക്ക് സ്വാഗതം പറയാൻ വേണ്ടി സമയമില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ. സുരേഷ് ഗോപി എന്തായാലും വിളിക്കരുത്, അവരുടെ എന്തായാലും വിളിക്കരുത് പറഞ്ഞിട്ടുണ്ട് മോളിൽ. അപ്പൊ അവരെ വിളിച്ചു. പോട്ടെ, ആ രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. പാർലമെന്റിന് എന്ത് പ്രസക്തിയായി നാട്ടിൽ ഇപ്പോൾ ഉള്ളത്? നമ്മുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ വരാറേ ഇല്ല, ഒരിക്കലും വരാറില്ല, ഒരു ചർച്ചയും കേൾക്കാറില്ല, ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല, പത്രക്കാരെ കാണാറില്ല. പിന്നെ ജനാധിപത്യം ഫോർത്ത് സ്റ്റേറ്റ് പത്രമാണെന്ന് നമ്മൾ പറയാറുണ്ട്. ജനാധിപത്യത്തിന് 4ാം കാലാണ് മാധ്യമങ്ങളെന്ന്. ഇവിടെ ആകെ മൻ കി ബാത്ത് മാസത്തിലൊരിക്കലും ഒരാൾ പറയണം, മറ്റുള്ളവർ കേട്ടോണ്ടെന്നല്ലാതെ ആൻസറബിൾ അല്ല. PM കെയർ ഫണ്ട് പറഞ്ഞിട്ടൊരു ജനങ്ങളിൽ നിന്ന് പിരിച്ചൊരു ഫണ്ട് ഉണ്ട്, ലക്ഷക്കണക്കിന് രൂപ. അതിന്റെ വിനിയോഗത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതും പറയേണ്ട കാര്യമാണ്. നിങ്ങളത് അറിയേണ്ടത് MP-മാര് എങ്ങനെയാണ് കഴിഞ്ഞ പാർലമെന്റിൽ കുറെ നിയമങ്ങൾ ഒരുമിച്ച് പാസ്സാക്കിയത്? എതിർക്കുന്ന എല്ലാ MP-മാരും 2 ദിവസം സസ്പെൻഡ് ചെയ്തു. 150 പേരെ വേണ്ടി ഒരുമിച്ച് സസ്പെൻഡ് ചെയ്ത് പാർലമെന്റിൽ നിന്ന്. എന്നിട്ട് ദോശ ചുട്ടെടുക്കുന്ന പോലെ 10-20 ബില്ല് ഒരുമിച്ച് പാസ്സാക്കി. എല്ലാ ബില്ലുകളും അവതരിപ്പിക്കുന്നു, വായിക്കുന്നില്ല. ഇന്ന ബില്ല് അവതരിപ്പിക്കുന്നു, അവതരിപ്പിച്ചു, പാസ്സാക്കി. എതിർക്കാരായിരുന്നല്ലോ. അതായത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നില്ല, പ്രത്യേക പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടുക, അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ. ഈ രീതിയിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ നാട്ടിലെ.
ഇത് വെറുതെ രാഷ്ട്രീയം പറയുന്നത് നമുക്ക് തോന്നുന്നു. രാഷ്ട്രീയം തന്നെ രാഷ്ട്രത്തിന്റെ കാര്യമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പോക്ക് അങ്ങനെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന് സമയം ഫെഡറലിസം ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. ഒരു സ്റ്റേറ്റ് ഒന്നല്ല, പല സ്റ്റേറ്റുകളുണ്ട്, 28 സ്റ്റേറ്റുണ്ട്. ഈ സ്റ്റേറ്റിനൊക്കെ അതിന്റെ അവകാശങ്ങൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് അത് ഓരോന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലെ 8-10 യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ. നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് സംസ്ഥാനം രൂപീകരിച്ച യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ VC തിരുപ്പിക്കുന്നത് ആരാ? കേരളത്തിലെ ആൾക്കാരെ കൂടി കമ്മിറ്റി ഉണ്ടാക്കിയാണ് VC ആക്കണമെന്ന് പറഞ്ഞാൽ ഗവർണറുടെ ഇഷ്ടമുള്ള VC ആയിപ്പോ അല്ലെ? ഈ ഗവർണർ ആരാ? ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ല. ഏതോ ഒരു വർഗീയ സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ് അതിന്റെ പേരിൽ. നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനാവട്ടോ. അങ്ങോട്ട് ഇവിടെ ഗവർണറായിട്ട് വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC, കേരള യൂണിവേഴ്സിറ്റി VC ഒക്കെ അങ്ങോട്ട് നിയമിക്കുന്നുണ്ട് അല്ലെ? സംസ്ഥാനത്തിന്റെ സർവകലാശാലകളിൽ അല്ലെ? ഇനി ഇവിടുത്തെ 140 പേര് കൈമുക്കിൽ നിയമം പാസ്സാക്കിയാൽ നിയമമാവുണ്ടോ കേരളത്തില്? അല്ല, മദ്രാസിലായോ? മദ്രാസിലേക്ക് കോടതിയിൽ പോയി സ്റ്റാലിൻ. നിയമമാവുന്നില്ല. ഗവർണർ ഒപ്പിടണം. ഗവർണർ ഞാൻ ഒപ്പിടില്ല. നിങ്ങൾ പാസ്സാക്കിയോ? ഞാൻ ഒപ്പിടില്ല. അപ്പൊ കേരള സംസ്ഥാനത്തിന് എന്ത് അധികാരമുണ്ട്? നമുക്ക് ഇതൊക്കെ പറയാനുള്ള നമ്മൾ പാസ്സാക്കുന്ന ഒരു കാര്യം ഇനി 6 മാസം വെച്ചിരുന്ന പ്രസിഡന്റ് അയക്കണം. പ്രസിഡന്റ് ഒപ്പിടണം. പ്രസിഡന്റ് ആരോട് ചോദിക്കാം? പ്രസിഡന്റ് ആരെ പ്രസിഡന്റ് ആക്കിയ? പ്രധാനമന്ത്രി ആക്കിയ? എന്താ വേണ്ടത് ഒപ്പിടണമെന്ന് ചോദിക്കും. അപ്പൊ ആ രീതിയിൽ എന്ത് ഫെഡറലിസം? സ്റ്റേറ്റുകൾക്ക് എന്ത് അധികാരം? വയനാട്ടില് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് 10 പൈസ കൊടുത്തോ? കൊടുക്കാന്ന് പറഞ്ഞ് പോയില്ലേ? കേരളത്തിന് അവകാശമില്ലേ? നമുക്ക് അവകാശമില്ലേ? 1600 പേര് മരിച്ചു. വീട് ദുരന്തമായിട്ട് ഒരു സഹായം തന്നില്ല. ശ്രീലങ്കയിൽ ഭൂകമ്പം ഉണ്ടായപ്പോ 2000 കോടി. അവിടെ ഭൂകമ്പം ഇത്ര കോടി പേര് കേൾക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടല്ലോ. എന്തിനാണ് നാഷണലിസ്റ്റ് ബാങ്കിന്റെ കടമൊന്ന് എഴുതി തന്നെന്ന് പറഞ്ഞപ്പോ എഴുതി തരുമോ? പാർലമെന്റിൽ വെച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ നാഷണലിസ്റ്റ് ബാങ്കുകള്, പൊതുമേഖലാ ബാങ്കുകള് 10 വർഷത്തിനുള്ളിൽ എഴുതി തള്ളിയത് 12 ലക്ഷം കോടി. 12 ലക്ഷം കോടി രൂപ മുതലാളിമാരെ എഴുതി തള്ളിയിട്ടുണ്ടായി. സ്റ്റേറ്റ് ബാങ്ക് മാത്രം അതിൽ 2.95 ലക്ഷം കോടി. 3 ലക്ഷം കോടി. ഇവിടെ 700 ലക്ഷം രൂപയാണ് പാവങ്ങളുടെ വീടുകാർ ആ ലോൺ എഴുതി തള്ളാറുള്ളത്. നാഷണൽ ബാങ്ക് പറ്റി തള്ളിയില്ല. കോടതി കഴിഞ്ഞു നിങ്ങൾക്ക് എന്താ പ്രശ്നം എഴുതി തള്ളാന്ന്? അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള പരമാധികാരം, ജനാധിപത്യം, മതേതരത്വം, ഫെഡറലിസം ഇതൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. ഇതിനെക്കുറിച്ച് കുറെ പറയാവുന്നതാണ്. ബാക്കി നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പൊ നമ്മൾ ലൈബ്രറി കൗൺസിൽ ഉദ്ദേശിച്ചത് ഈ കേരളത്തിൽ അല്പമൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള കുറച്ച് പ്രസ്ഥാനങ്ങളെ കൂടി ഉള്ളത് കാരണം കുറച്ച് മതേതരം. ഇവിടെ ഇപ്പോ ബീഫൊക്കെ ആർക്കും കയ്യിൽ കൊണ്ടുവരണം. നെല്ല് കൊണ്ടൊന്നും ചെയ്യാനും ബീഫ് കൊണ്ട് തന്നാലും ഇവിടെ വർക്ക് ഈ വിദേശത്ത് വളരെ കുറവാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടും ഇവിടെ യാതൊരു മതസംഘർഷം ഉണ്ടായിട്ടില്ല, കമ്മ്യൂണിറ്റി ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനി, മുസ്ലിമും ഹിന്ദുക്കളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ സ്വാതന്ത്ര്യം എത്ര കാലം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കാരണം കാശ്മീരിന്റെ കാര്യത്തിൽ നമുക്ക് അറിയാലോ. അവിടെ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്, സുന്ദരമായ സ്ഥലമാണ് എന്ന് പറഞ്ഞു. കാശ്മീരിന്റെ ഭരണം ഇപ്പൊ എങ്ങനെയാണെന്നറിയാം. അവിടെ ഉള്ളവർക്ക് വൈഫൈ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങളൊന്നും അറിയിക്കാൻ പറ്റില്ല. അവിടെ ഒക്കെ രഹസ്യമാണ് അവിടുത്തെ കാര്യങ്ങള്. അത് കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റി. സംസ്ഥാന ഗവൺമെന്റിന്റെ പാർലമെന്റ് കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റി. കേരളത്തെ മാറ്റി കൂടായൊന്നുമില്ല. പാർലമെന്റ് തീരുമാനിക്കുകയാണ് കേരളത്തിലെ UDF ഒന്നും വേണ്ട, ഞങ്ങൾ കേന്ദ്ര ഭരണ പ്രദേശം ആക്കാന്ന് തീരുമാനിച്ചൊരു പ്രമേയം പാസ്സാക്കിയാൽ നമ്മുടെ വഴിക്ക് പോകുന്നത് ഏതാണ്ട് ഉറപ്പാ. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 295 വരെ വെച്ചിട്ട് നടക്കില്ല. ഇത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സെൻസസ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. 21 നടന്നില്ല, 27 നടക്കുന്നു പറയുന്നുണ്ട്. ഈ 27 സെൻസസ് നടക്കുന്ന ഒരു സംഭവം നടക്കാൻ പോകണ്ടോ? അതിന്റെ രേഖകളൊക്കെ വന്നിട്ട് കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക. മിനിങ്ങാന്ന് റിപ്പോർട്ട് എഴുതല്ലോ 11 ജില്ലയിലെ SIR ആള് കുറഞ്ഞു 2 ലക്ഷം ഇരുന്ന്. കേരളത്തിൽ ജനസംഖ്യ കുറയുക. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക. പൊതുവെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുക. UP, മധ്യപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എവിടെയൊക്കെ. അപ്പൊ ഏതാണ്ട് കണക്ക് ഹിന്ദുവിൽ റിപ്പോർട്ട് അനുസരിച്ച് പുതിയ പാർലമെന്റിൽ സെൻസസിന് ശേഷം നടന്ന പാർലമെന്റിൽ 800 ചില്ലാനും MP കേരളത്തിനുള്ള MP എണ്ണം കൂടില്ല. സൗത്ത് ഇന്ത്യന് കൂടില്ല. 4 സംസ്ഥാനത്തെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. കുറയ്ക്കില്ല. കാരണം പാർലമെന്റിക്ക് അനുവദിച്ച 20 സീറ്റ് കുറയ്ക്കില്ല. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആകെ 200 താഴെ MP. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 600 ചില്ലാനും MP. പിന്നെ ശേഷം ചിന്ത്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ബോധവാന്മാരാകണം എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് റിപ്പബ്ലിക് ദിനമായിട്ട് പല പരിപാടികൾ, പ്രത്യേകിച്ച് ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പരിപാടികൾ നടത്തുന്ന ലൈബ്രറി കൗൺസിലെ പറഞ്ഞത്. അതിനനുസരിച്ച് ഇത്ര പേരോട് ഇത്രയെങ്കിലും പറയാൻ പറ്റിയത് സന്തോഷം. അതിന്റെ ഇതിന് അവസരം ഒരുക്കിയ ഈ ലൈബ്രറിയുടെ ആൾക്കാരോട്
റണ്ണേഴ്സ് ഡ്രൈവർ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് നമ്മുടെ ഉദ്ഘാടന സെഷനാണ്. നമ്മൾ അത് മാറ്റിവെച്ചാണ്. അപ്പോൾ മാസ്റ്റർ അത് തിരുക്കോളത്തി ഉദ്ഘാടനം ചെയ്യും. തെളിവുകളും വായനശാലയിൽ എത്താതെ തന്നെ ഞാൻ തനിയെ നിന്നതും കൂടെ വന്നു നീ ജീവനെ കീഴിലേ കൂരിരുളിൽ പടവിൽ മുന്നിൽ നിന്നെ തെളിയാൻ പൊന്നിൻ താരത്തിരിയായി നീ വീണിൽ നിന്നും പറഞ്ഞ് നെഞ്ചിക്കൊമ്പിൽ മുന്നേ മാല ഇതീ മായാജാലമേ മായങ്ങമേ മായാജാലമേ മായാതെങ്ങുമേ പോകാതെ മിഴി നനഞ്ഞിടറിത്തൂവാതെ മായാതെ മനം പിടയുമൊരു നോവോടെ വെറുതെ ഓർമ്മകൾ മഴ നനയും മതി തെളിയും നിൻമുഖ കഥ പറയും വേപ്പാടിൻ വേനൽ എരിയുന്നേ അതിൽ നീ എന്ന തോന്നൽ കനലാകും ഓമൽ തൂവച്ചിറകെ നിന്നെ ചുറ്റും ചിരിയെ കാണാൻ കാറ്റായി മറയാതെ കൂടി കൂടി തുടിച്ചും പാടി പാടി പറഞ്ഞും നീയും മൗനം പകരാതെ മായാജാലമേ മായാതെങ്ങുമേ മായാജാലമേ മായാതെങ്ങുമേ പോകാതെ മിഴി നനഞ്ഞിടറിത്തൂവാതെ മായാതെ വനം പിടയുമൊരു നോവോടെ എത്ര വേഗം പ്രായവും നേരിയല്ലോ മാത്രം മറഞ്ഞതില്ല സൗഹൃദം മായാത്ത മുദ്ര പോലെ
യൗവനം പോയി മറഞ്ഞല്ലോ വേഗം പദവികൾ അമേ വരുമീ പലവിധ വേഷത്തിലെത്തിയിന്ന് പദവികൾ മാറി വരുമീ പലവിധ വേഷത്തിലെത്തിയിന്ന് ഇലകൾ പൊഴിയും പോലിടയ്ക്കാൻ പലമുഖ നിങ്ങോ മറഞ്ഞുപോയി ദളങ്ങൾ പാടും പനിനീർ പൂപ്പോൾ മുഖങ്ങളെല്ലാം നിറച്ചുപോയി രോഗവും മേധസ്സും ജീവിത ഭാരവും വിരുന്നുകാരെ പോലിടയ്ക്കു വന്നു രോഗവും മേധസ്സും ജീവിത ഭാരവും വിരുന്നുകാരെ പോലിടയ്ക്കു വന്നു പങ്കാളികൾ ചിലർ മാഞ്ഞുപോയി ജീവനിൽ ശൂന്യത കൊണ്ടുവന്നു പങ്കാളികൾ ചിലർ മാഞ്ഞുപോയി ജീവനിൽ ശൂന്യത കൊണ്ടുവന്നു ഒന്നായി നിൽക്കണം നാം എന്നുമേ നമ്മിൽ നമുക്കുള്ള വേദനയിൽ ഒന്നായി നിൽക്കണം നാം എന്നുമേ നമ്മിൽ നമുക്കുള്ള വേദനയിൽ ബന്ധങ്ങൾ ബന്ധനമായിടുമ്പോൾ സൗഹൃദമില്ലാതെ എന്തുണ്ട് പാടി ബന്ധങ്ങൾ ആയിടുമ്പോൾ സൗഹൃദമില്ലാതെ എന്തുണ്ട് പാടി ഒന്നായി നിൽക്കണം നാം എന്നുമേ നമ്മിൽ നമുക്കുള്ള വേദനയിൽ ഒന്നായിട്ടാനന്ദം കൊണ്ടിടുവാൻ നമ്മിലെ സന്തോഷകാലത്തെന്നും നമ്മിലെ സന്തോഷകാലത്തെന്നും താങ്ക് യു. ഹലോ ഇവിടെ നമ്മുടെ ഈ റിപ്പബ്ലിക് ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ അധ്യക്ഷതയിൽ എത്തിച്ചേർന്ന ഈ ചടങ്ങില് നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ പ്രൊഫസർ ഹരിദാസ് സാറാണ് നിർവഹിച്ചിട്ടുള്ളത്. സാറിനെ ആദരപൂർവ്വം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വിചാരിച്ചിട്ട് ഒന്നൊന്നര പിന്നെ ഇന്ന് നമ്മൾ സ്വാഗതം പറഞ്ഞ നമ്മുടെ ആശംസകൾ അർപ്പിച്ച സബാസ്റ്റ്യൻ സാറ് നമ്മുടെ കെ ഭാസ്കരൻ അവർ എന്നിവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളെ എത്തിച്ചേർന്ന് നമ്മുടെ ആദരവ് ആദരിച്ച എല്ലാ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമ്മുടെ കൈകാലിന് ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്ന വർഗീസേട്ടൻ, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ ടി ആർ അയ്യരൻ, ഇവിടെ സന്നിഹിതയായിരുന്ന ഇന്ന് കോർപ്പറേഷൻ കൗൺസിലുണ്ട് പൈക്കാടൻ, ഐ സതീഷ് കുമാർ മുൻ കൗൺസിലർ, മറ്റ് വേദിയിലുള്ള രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും, സദസ്സിലുള്ള എല്ലാ ഗ്രന്ഥശാല പ്രവർത്തകർക്കും, വിവിധ വായനശാലകളുടെ പ്രതിനിധികൾക്കും എൻ്റെ വിശദമായ നമസ്കാരം. സമൂഹമായി